Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Okay. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മുടെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി. എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്താണ് എത്തിക്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, എത്തിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ ലോ എന്താണ്, അല്ലെ, ലോ എന്താണ്, നിയമം, അല്ലെ, ലോക്ക് നമ്മൾ 3 ഡെഫിനേഷൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എത്തിക്കൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഇഷ്യൂസുകളൊക്കെ, എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആസ്പെക്ടുകൾ അറിയുന്നതിന്റെ ആവശ്യകത എന്താണ്, അത് അറിയേണ്ടതിന്റെ ആവശ്യകത എന്താണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കോ ലീഗൽ കേസ് എന്താണ്, അല്ലെ, MLC എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ പറഞ്ഞു നിയമപരമായിട്ടുള്ള അന്വേഷണം, അതായത് പോലീസിന്റെയും അതുപോലെ തന്നെ കോടതിയുടെയും അന്വേഷണം ആവശ്യമായിട്ടുള്ള കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ കേസുകളെയാണ് MLC അഥവാ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ജനറൽ ആക്ടുകൾ ഒരു 3 നമ്മൾ പറഞ്ഞു വെച്ചു, 3 പറഞ്ഞത്. അതെ, ജനറൽ ആക്ടുകൾ 3 ഫസ്റ്റ് വൺ എന്താണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, അല്ലെ, 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അതിന് പ്രത്യേകത കണ്ടതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് മിനിമം വേജസ് ആക്ട് 1948 കേട്ടോ, 1948 എന്താണ് മിനിമം വേജസ് ആക്ട് കേട്ടോ, അതായത് മിനിമം വേതന നിയമം, അതാണ് ഇത് 1948 മിനിമം വേജസ് ആക്ട്. അടുത്തത് വരുന്നത് എന്താണ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അഥവാ EPF ആക്ട് കേട്ടോ, 1952, 1952 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അതുവരെ ക്ലിയർ ആണോ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആക്ടുകളും കൂടെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ബാക്കിയുള്ള ആക്ടുകളും കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, 1965 എന്താണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, അല്ലെ, ബോണസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ബോണസ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എന്താണ് ബോണസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അല്ലെ, നമുക്കിപ്പോ ഒരു ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുമ്പോ നമുക്ക് എന്ത് തരാറുണ്ട്, ബോണസ് തരാറുണ്ട്, അല്ലെ. എന്ന് പറഞ്ഞാല് നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്, അല്ലെ, നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിനു പുറമെ നമുക്ക് തരുന്ന ഒരു അധിക വരുമാനമാണ് ബോണസ് എന്ന് പറയുന്നത്, അല്ലെ. കൂടുതൽ എപ്പോഴും കൊടുക്കാം, വലിയ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് കൊടുക്കാറുണ്ട്, ബോണസ് കൊടുക്കാറുണ്ട്. നമ്മൾ പറയില്ലേ, എനിക്കിത് ബോണസ് ആയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ. ഓക്കെ, അത് മനസ്സിലിരിക്കട്ടെ. അപ്പോ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. ഇനി എങ്ങനെയാണ് ഇത് അപ്ലിക്കബിൾ നോക്കിയത്? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. ഇതാണ് ക്യാൻ ബി അപ്ലൈഡ് വെർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40, അതായത് 40 കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങളിൽ എന്ത് ആക്ട് ബാധകമാണ്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ബാധകമാണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇതാണ് പറഞ്ഞത്, 40 കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥാപനത്തിന് എന്ത് ഓക്കെയാണ്. സ്ക്രീൻ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും പ്രശ്നമാണോ? സ്ക്രീൻ കാണുന്നില്ല? കാണാം, കൃത്യമായിട്ടൊരു മറുപടി പറയാമോ? കുറെ പേര് ഇല്ല എന്നാണല്ലോ പറയുന്നത്, എന്ത് ഇല്ല? ഓക്കെ, ഇപ്പൊ നോക്കി, ഇപ്പൊ ഓക്കെ ആണോ നോക്കിയേ? ഓക്കെ അല്ലേ? ഓക്കെ, ആദ്യ ലക്ഷ്മി മാത്രം കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ?
സ്ക്രീൻ ഷെയറിങ് മാറി വിട്ടുപോയായിരുന്നു കേട്ടോ, അതുകൊണ്ട് സംഭവിച്ചത്, സോറി. അപ്പൊ നോക്കാം. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വേർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. എംപ്ലോയീസുകളുടെ എണ്ണം 40 അതിൽ കൂടുതലോ ആണെങ്കിൽ ഏത് ആക്ട് ബാധകമാണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ബാധകമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 40 40 കൂടുതലോ ജീവനക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് എന്ത് നിർബന്ധമാണ്? ബോണസ് നിർബന്ധമാണ്. ബോണസ് ആക്ട് അവിടെ എന്ത് ചെയ്യണം? അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കിയേ. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. അതാണ് ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. അതായത് ചാരിറ്റബിൾ ആയിട്ടുള്ള ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ നമ്മൾ ഈ പറയുന്ന ഒരു ആക്ടിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. അതായത് ഈ പറയുന്ന ലാഭേച്ഛയോടുകൂടി, ലാഭേച്ഛയില്ലാതെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലുകളെ പോലെ ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെ നമ്മൾ ഈ പറയുന്ന ആക്ടിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ്? ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ്. അതെന്തായിരിക്കും ആലോചിച്ച് നോക്കി. നമ്മൾ പറഞ്ഞു ബോണസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അധിക വരുമാനമാണ്, അല്ലെ? അത് ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ? ബോണസ് കൊടുക്കാറുണ്ട്. അതേസമയം ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത്തരം ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്തായിരിക്കും? സേവന മനോഭാവത്തോട് കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ ലാഭം എന്നതിനേക്കാൾ ഉപരി അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? സർവീസിനായിരിക്കും. ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ കൊടുത്തുകൊണ്ട്, അല്ലെ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളായിരിക്കും. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് നമുക്കൊരു ലാഭം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ബോണസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, ലാഭമില്ലാത്ത ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ സർപ്ലസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് മിച്ചം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം മിച്ചം വരുന്നതെങ്കിൽ സർവീസ് മെന്റാലിറ്റിയോടുകൂടി, സേവന മനോഭാവത്തോടുകൂടി നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസുകളാണ്, അല്ലെ? അത്തരം ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കും. അവർക്ക് എന്തെങ്കിലും മിച്ചം വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെ, സർപ്ലസ് ആണ്, മിച്ചം എന്തെങ്കിലും വന്നാൽ തന്നെ അവർ കൂടുതൽ നല്ല സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് പ്രയോജനപ്പെടുത്തുക, അല്ലെ? നല്ല സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ബോണസ് ആക്ടിൽ നിന്ന് എന്തിന് മാറ്റിയിട്ടുണ്ട്? ചാരിറ്റബിൾ അഥവാ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെയർഡ് ആയിട്ടുണ്ട്, അല്ലെ? ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? കാര്യം അവർക്ക് അധിക വരുമാനം എന്ന് പറയാൻ അവിടെ ഇല്ല. കാര്യം എന്തെങ്കിലും അപേക്ഷയില്ലല്ലോ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അധിക വരുമാനം എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവിടുത്തെ എംപ്ലോയീസിന് നമുക്ക് ബോണസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അവർക്ക് ഫിക്സഡ് സാലറി കൊടുക്കാം, പക്ഷെ ഒരു ബോണസ് കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. ഇനി എന്തെങ്കിലും സർപ്ലസ് മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും ഹോസ്പിറ്റലുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായോ? ചാരിറ്റബിൾ അഥവാ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാനുള്ള റീസൺ മനസ്സിലായിരുന്നല്ലേ? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ആക്ട് ഇതാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972? 1972 ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് കേട്ടോ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഇപ്പോ ഒരു എംപ്ലോയി അവർ വിരമിക്കുന്ന സമയത്ത്, അല്ലെ, അല്ലെങ്കിൽ അവര് വാർദ്ധക്യ സഹജമായിട്ട് അവർ വിരമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോ മരണത്തോടനുബന്ധിച്ച്, അല്ലെ, ആ ഒരു അതായത് നമ്മുടെ ആ ജോലിയുടെ നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ ആ ജോലി വിട്ടിറങ്ങുന്ന സമയത്ത്
ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ ഗ്രാറ്റുവിറ്റി. അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്തു പോകുമ്പോഴോ അല്ലെ, അതായത് ജോലിയുടെ ആ ഒരു അവരുടെ എന്താ പറയുക ഹെൽത്തും എമിലിറ്റി ഒക്കെ കഴിഞ്ഞ് അവര് ആ ജോലി വിട്ടുപോകുന്ന സമയത്ത്, സൂപ്പർ ആനുവേഷൻ സമയത്ത് അല്ലെ, മരണത്തോട് അടുക്കി മരണത്തിനല്ല ഉദ്ദേശിക്കുന്നത്, ഏകദേശം അവരുടെ ജോലിയുടെ നല്ലൊരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് പൊതുവെ ഗ്രാറ്റുവിറ്റി. നമ്മൾ അങ്ങനെയല്ലേ പറയാറ്, ഗ്രാറ്റുവിറ്റി കൊടുക്കാന്ന് പറയാറ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഗ്രാറ്റുവിറ്റി ആക്ടിനെ പറ്റിയാണ്. അത് ഇത് വർഷം 1972 കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം, ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കുക. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു ദ എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. എന്താണ് gratuity is payable to employees at 15 days pay for every completed year of service at the time of his or her superannuation or death. അതൊരു എംപ്ലോയി ഒന്നിലെയും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ആ ജോലി മതിയാക്കി വിരമിച്ച് പോകുന്ന സമയത്ത് ഒരു ജീവനക്കാര് അവര് പൂർത്തിയാക്കിയിട്ടുള്ള, പറയുന്ന കാര്യം ശ്രദ്ധിക്കാട്ടോ, പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് അവർക്ക് എന്തായി കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് എംപ്ലോയീസ് ജീവനക്കാര് അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് അവർക്ക് എന്തായി കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു എംപ്ലോയി, അയാൾ ഒരു 20 വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. 20 വർഷം അയാൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതായത് വാർഷിക വരുമാനം എന്നിട്ട് പറയുന്നത് 50,000 രൂപയായിരുന്നു ലാസ്റ്റ് അയാൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാലറി. അദ്ദേഹം ഒരു 20 വർഷം ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി മതിയാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും, ഒരാള് 20 വർഷം സർവീസ് ചെയ്തു, ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ആണ് അല്ലെ, ആ വർഷത്തെ ഒരു 15 ദിവസത്തെ വേതനം, ആ വർഷത്തെയാണ് കേട്ടോ 15 ദിവസത്തെ വേതനം, പ്ലസ് രണ്ടാമത്തെ വർഷം അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ വർഷത്തെ ഒരു 15 ദിവസത്തെ വേതനം പ്ലസ്, അങ്ങനെ അപ് ടു 20 years അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എമൗണ്ട് ആണ് എന്തായിട്ട് കൊടുക്കുന്നത്, അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു വ്യക്തി 20 വർഷം കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് 15,000 ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും എന്നാണ് അവിടെ പറയുന്നത്. 20 വർഷമാണ് അതിന് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. 20 × 15 കണക്കൊന്നും അറിയണ്ടാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നതാണ്. 20 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ആ വർഷങ്ങളില് 15 ദിവസത്തെ വേതനമാണല്ലോ. 20 × 15 അപ്പൊ നമുക്ക് എത്ര കിട്ടും, 300 ഡേയ്സ് കിട്ടും. ഡേയ്സ് ആണ് കേട്ടോ, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഡേയ്സ് ആണ്, 300 ഡേയ്സ് ആണ്. അതിന് നമ്മളൊരു വർഷത്തിലോട്ട് മാറ്റാം. ഒരു വർഷത്തിൽ 365 ദിവസമാണല്ലോ. അപ്പോ 300 ഡിവൈഡഡ് 365, അപ്പൊ ഏകദേശം നമുക്കൊരു 0.82 സംതിങ് കിട്ടും. അതേ ഇൻറ്റു അയാളുടെ ലാസ്റ്റ് ഡ്രോൺ സാലറി 50,000 രൂപയായിരുന്നു അവസാനം അയാൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതേ ഇൻറ്റു 50,000, ഏകദേശം ഒരു 41,000 രൂപയുടെ അടുത്താണ് എനിക്ക് കിട്ടുക. ആ ഒരു എമൗണ്ട് ആണ് അയാൾക്ക് എന്തായിട്ട് കൊടുക്കുക, ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, അതൊന്നും ചോദിക്കില്ല. അപ്പൊ മനസ്സിലായല്ലോ. അതായത് ഒരു ജീവനക്കാരെ അവർ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് കേട്ടോ. അത് മാസാമാസമായിട്ടല്ല കൊടുക്കുക. ഗ്രാറ്റുവിറ്റി ഫൈനലി ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ് കൊടുക്കുക കേട്ടോ. അയാൾ അത് ജോലി വിട്ടു പോകുന്ന സമയത്താണ് ലാസ്റ്റ് ആണ് ആ ഫുൾ എമൗണ്ട് അയാൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഒറ്റ എമൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് എത്ര നാൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, കംപ്ലീറ്റ് ചെയ്ത ഓരോ വർഷത്തെ ഓരോ മാസത്തെ ഒരു 15 ദിവസം, ഒരു വർഷം തന്നെ 12 മാസം ഉണ്ടാകും. ഒരു 15 ദിവസത്തെ വേതനത്തെ പറയുന്നത് ഒരു വർഷത്തെ, പ്ലസ് അടുത്ത വർഷത്തെ ഒരു 15 ദിവസത്തെ വേതനം, അങ്ങനെ ടോട്ടൽ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഫുൾ എമൗണ്ട് കിട്ടുന്നത്. അതാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷൻ ഇതാണ്, എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. അതായത് എംപ്ലോയീസുകളുടെ എണ്ണം 10 അതിൽ കൂടുതലോ ആണെങ്കിൽ, അത്തരം സ്ഥാപനങ്ങളില് നമുക്ക് ഏത് ആക്ട് ബാധകമാണ്, ഗ്രാറ്റുവിറ്റി ആക്ട് ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. അതായത് 10 10ൽ കൂടുതലോ എംപ്ലോയീസുകളുള്ള
സ്ഥാപനത്തിന് ഏത് ആക്ട് ബാധകമാണ്? ഗ്രാറ്റുവിറ്റി ആക്ട് ബാധകമാണ്. അപ്പൊ നമ്മൾ കുറെ എണ്ണത്തിന്റെ എണ്ണങ്ങൾ പഠിച്ചു കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ നമ്മൾ 50 പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ PF-ന്റെ നമ്മൾ 20 പറഞ്ഞിരുന്നു. എംപ്ലോയീസിന്റെ എണ്ണം. ബോണസിൽ നമ്മൾ പറഞ്ഞത് 40 പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഗ്രാറ്റുവിറ്റി ആക്ടിന് 10 അതിൽ കൂടുതൽ എംപ്ലോയീസുകൾ ഉള്ള ഒരു സ്ഥാപനത്തിന് ഈ ഒരു ആക്ട് അവിടെ ബാധകമാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. 5 വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടുള്ള വർക്കേഴ്സിന് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിന് എലിജിബിൾ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഗ്രാറ്റുവിറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. ഗ്രാറ്റുവിറ്റി കിട്ടാനും ഒരു എലിജിബിലിറ്റി ഉണ്ട്. അതിനുള്ള എലിജിബിലിറ്റി അവരെന്താ പറഞ്ഞത്? കുറഞ്ഞത് 5 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. 5 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് മാത്രമേ എന്ത് ആനുകൂല്യം കിട്ടുള്ളൂ? ഗ്രാറ്റുവിറ്റി കിട്ടുള്ളൂ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. 5 വർഷമെങ്കിലും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വർക്കേഴ്സിന് ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവര് എലിജിബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ കേസിലാണെങ്കിൽ 1 വർഷം. അതെന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? നമ്മൾ പറഞ്ഞു ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള എലിജിബിലിറ്റി എത്രയാണ്? 5 വർഷമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം എന്ന് പറയാം. അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള ആനുകൂല്യമുള്ളൂ. ഇനി ഈ ഒരു വ്യക്തി 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല. ഈ മുമ്പ് അയാൾ തന്നെ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു എന്താ പറയാ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ മരണത്തിന്റെ കേസിലാണെങ്കിൽ അയാൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസ കൊടുക്കാവുന്നതാണ്. അവിടെ എന്ത് വേണ്ട? 5 വർഷത്തെ ആ ഒരു കണക്ക് അവിടെ എടുക്കണ്ട. കാര്യം മരിച്ചു പോവാണ്. 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല, മരണപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയുള്ള കേസിൽ 1 വർഷം മാത്രം നോക്കിയാൽ മതി കേട്ടോ. 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട്? ഗ്രാറ്റുവിറ്റി കൊടുക്കാം. മരണത്തിന്റെ കേസിൽ മാത്രം കേട്ടോ. അത് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഗ്രാറ്റുവിറ്റി ആക്ട് എന്താന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. നമ്മൾ മുന്നൊരു മിനിമം വേജസ് ആക്ട് പഠിച്ചു. അതല്ല, ഇതെന്താണ്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 1936 വേജസ് ആക്ട് ആണ്. അതിൽ ഒന്നാമത്തെ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് ഈ പേയ്മെന്റ് ഓഫ് നമുക്കറിയാലോ, ഓരോ ആക്ട് കൊണ്ടുവരുന്നത് പല അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഓരോ ആക്ടുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് പല അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കൊണ്ടുവന്നത് തന്നെ ശരിക്കും ഈ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു ആക്ടാണ്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ജോലി ചെയ്യും, ഒരുപാട് ജോലി ചെയ്യും, പക്ഷെ അതിന് വേണ്ട ശരിക്കുള്ള അവർക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കാറില്ലായിരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി ജോലി അവർ ചെയ്യും, പക്ഷെ അതിന് ഡിസർവിംഗ് ആയിട്ടുള്ള അർഹതപ്പെട്ട വേതനം അവർക്ക് കൊടുക്കാതിരിക്കാം, പറഞ്ഞ സമയത്തിന് അവർക്ക് പൈസ കൊടുക്കാതിരിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നുമൊക്കെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തൊഴിലവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണിത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറയുന്നത് 1936. അപ്പൊ നോക്കുക, ഇറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് ഒരു എന്താ പറയുക എംപ്ലോയിയുടെ അവരുടെ ഈ പറയുന്ന വേജസുമായിട്ട് അവരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളുടെ വിശദാംശങ്ങൾ ഈ ഒരു ആക്ടിലൂടെ ലഭ്യമായിരിക്കണം. അതിന് കൊണ്ടുവന്ന ഒരു ആക്ടാണ്. അപ്പൊ എല്ലാ ജീവനക്കാരുടെ അവരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഈ ഒരു ആക്ട് പ്രകാരം ലഭ്യമാക്കിയിരിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. എന്താണ്? വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. അതായത് ഒരു മാസത്തിലെ എന്താണ് ആദ്യത്തെ 7 ദിവസത്തിനുള്ളില് എന്ത് കൊടുത്തിരിക്കണം? വേജസ് പെയ്ഡ് ചെയ്തിരിക്കണം, വേതനം കൊടുത്തിരിക്കണം അല്ലെ. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. ഒരു മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? വേജസുകൾ
പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ അത് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഡ്യൂറിങ് ഫസ്റ്റ് ഡേയ്സ് ഓഫ് ദ മന്ത് ആണോ, ലാസ്റ്റ് 7 days ഓഫ് ദ മന്ത് ആണോ, അതുപോലെ എണ്ണം ഓർക്കണം കേട്ടോ. മാസത്തിലെ ആദ്യത്തെ 7 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം, വേതനം കൊടുത്തിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? അത്രയും ആക്ടുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ടെക്സ്റ്റിലോട്ട് പോവാം അല്ലെ. അടുത്തതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 കേട്ടോ. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അഥവാ ESI ആക്ട് കേട്ടോ. ESI ആക്ട് 1948 1948 ESI ആക്ട് അല്ലെ. ESI ആനുകൂല്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ESI ആനുകൂല്യം. പക്ഷെ നമുക്ക് ഈ ഒരു ESIനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ESI ആക്ട് അല്ല, ESIനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതെ ഷമീന, മിനിമം വേജസ് ആക്ടും 1948 ആണ് കേട്ടോ. ഒരേ വർഷത്തിൽ തന്നെ പല പല ആക്ടുകൾ വരുന്നുണ്ട്. നമുക്കത് ഓർക്കാം കേട്ടോ. അതിനൊക്കെ ഒരു സൂത്രപ്പണിയൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് പറയാം, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ദാറ്റ് മീൻസ് ESI എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ എന്തായാലും കേട്ടിരുന്നോളൂ, കാരണം മെഡിക്കൽ ഇൻഷുറൻസ് പഠിക്കുമ്പോൾ ആദ്യം കേൾക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് ഒന്നുകിൽ നമ്മൾ നിയമം മൂലം അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ വ്യവസ്ഥ പ്രകാരം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണത്. ഒന്നുകിൽ നമ്മുടെ നിയമപ്രകാരം, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങള് നമ്മില് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത്തരം നിയമങ്ങൾക്ക് അനുസൃതമായിട്ടല്ലേ നമ്മൾ ഓരോ പൗരന്മാരും ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ ഒന്നുകില് നമ്മുടെ എന്താ പറയാ നിയമപ്രകാരം, നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ മൂലം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എല്ലാ ആളുകളും സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് നിർബന്ധപൂർവ്വം പറയുകയാണ്, നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ ESI പോലുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം എന്നൊരു നിയമം മൂലം അനുശാസിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാവണം. നമ്മൾ സമ്പാദിക്കുന്നതിന്റെ വേതനത്തിന്റെ ചെറിയൊരു ഭാഗം ESIയിലേക്ക് പിടിക്കുകയും ചെയ്യും, ഗവൺമെന്റിലോട്ട് പിടിക്കും അല്ലെ. അതങ്ങനെയല്ലേ. അപ്പൊ ആ രീതിയിൽ ഒന്നുകിൽ നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്ന് വെച്ചാൽ ഒരു തൊഴിലുടമ ഒരു കമ്പനി നടത്തുന്നു, അവിടെ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തൊഴിലുടമ നിർബന്ധമായിട്ടും തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ട് ESIയുടെ ഭാഗമായിരിക്കണം എന്ന്. അവരുടെ ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് ESIയുടെ ഭാഗമായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തൊഴിലാളികൾ ESIയുടെ ഭാഗമാകും. അവരതുപോലെ വേതനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അതതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കപ്പെടുന്ന ഇൻഷുറൻസിനെയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു കൂട്ടം ആളുകൾ. ഇപ്പൊ നമ്മൾ ESI പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു എന്താ പറയുക ഇൻഷുറൻസ് ആണ്. വ്യാവസായിക തൊഴിലാളികൾ എന്നൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും അവർക്ക് വേണ്ടിയിട്ട് അവരിലേക്ക് ചുരുങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്യുന്നുണ്ട്, ESIയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ PFന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ? PFൽ എന്താണ്, തൊഴിലുടമകളും തൊഴിലാളികളും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് PFയിലേക്ക് അല്ലെ. അതുപോലെ തന്നെയാണ് ESIയും. അതായത് തൊഴിലുടമകളും തൊഴിലാളികളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ESIയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിനൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ദ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് as a precaution against the sickness, maternity and employment related injury. Then it provides the
financial and medical benefits to the industrial employees as a precaution against sickness, maternity and employment related injury. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ്. ഓക്കെ, വ്യാവസായിക തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് അസുഖം അല്ലെങ്കിൽ പരിക്ക് അല്ലെങ്കിൽ പ്രസവാനുകൂല്യങ്ങള് അല്ലെ, അപ്പോ ഈ പറയുന്ന പോലെ തൊഴിൽ സംബന്ധമായിട്ട് പല പരിക്കുകളോ മുറിവുകളോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്നിവയ്ക്കെതിരായ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ESI എന്ന് പറയുന്നത്. കണ്ടോ, ESI എന്ന് പറഞ്ഞ ആ ഒരു ഇൻഷുറൻസ് സ്കീം ആരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്? ഫാക്ടറി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ പരിക്കുകളോ വരുമ്പോ അതിനെതിരെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ, അതുപോലെ പ്രസവാനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഇതിനെല്ലാത്തിനും തന്നെ സാമ്പത്തികമായിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ. ഇത് ESI ആക്ട്. മെഡിക്കൽ ആനുകൂല്യങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്, ക്യാഷ് ആയിട്ടുള്ള പണമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ആനുകൂല്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 കേട്ടോ. ഓക്കെ, അടുത്തതില് ഒരു തിരുത്തുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബിൽ. അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റിനകത്ത്? അങ്ങനെയാണോ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്? ഒന്ന് പറയാമോ? അതോ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആണോ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. എന്താ കൊടുത്തിരിക്കുന്നത്? എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ അത് ഒന്ന് തിരുത്തണം. എംപ്ലോയർ അല്ല, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI അങ്ങനെ ആക്കുക കേട്ടോ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI. ESIയിലേക്കുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് 4% കേട്ടോ. 4% ഓഫ് ദ ടോട്ടൽ വേജ് ബിൽ. എംപ്ലോയർ എന്ന് പറയുമ്പോൾ തൊഴിലുടമയാണ്. തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ അല്ല. തൊഴിലുടമയും തൊഴിലാളിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടോട്ടൽ എത്രയാ? 4% ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റി എഴുതണം കേട്ടോ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് 4% ഓഫ് ദ വേജ് ബിൽ ആണ്. എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ESIയില് ശരിക്കും പറഞ്ഞ രണ്ട് കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എംപ്ലോയി ജീവനക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ 3.25%, അതുപോലെ നമ്മുടെ എംപ്ലോയി വന്നിട്ട് 1.75% കോൺട്രിബ്യൂട്ട്. അതാണ് ടോട്ടൽ പറയുന്നത് 4%. മനസ്സിലായി? 3.25 എംപ്ലോയറും 1.75 വന്നിട്ട് എംപ്ലോയി ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഇത് വരുമ്പോൾ 4% ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അവിടെ ഇതിന്റെ ശരിക്കും ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്, അല്ലാണ്ട് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ അല്ല. എംപ്ലോയർ എന്ന് വെച്ചാൽ തൊഴിലുടമ, അയാൾ ശരിക്കും 3.25 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കൂട്ടരുടെ കൂടെ പറയുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. 4% എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 3.25% തൊഴിലുടമകളും 1.75% തൊഴിലാളികളുമാണ് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ? ESI is not applicable if the hospitals are providing complete and free treatments to employees and dependents. എന്താണ്? ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. ഈ പറയുന്ന എംപ്ലോയീസിനും അല്ലെ അതുപോലെ അവരുടെ ആശ്രിതർക്കും ഇപ്പൊ ഒരു ഹോസ്പിറ്റല് സമ്പൂർണമായിട്ടുള്ളതും സൗജന്യമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ESI അപ്ലിക്കബിൾ അല്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം, എന്നിട്ട് പറഞ്ഞു തരാം എന്താണ് പറയുന്നത്. അതായത് ഈ പറയുന്ന എംപ്ലോയീസിന് അല്ലെ ജീവനക്കാർക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനും ഹോസ്പിറ്റല് സൗജന്യമായിട്ടുള്ളതും സമ്പൂർണമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? ESI അപ്ലിക്കബിൾ അല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചില കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ജീവനക്കാർക്കുള്ള ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ കമ്പനി വഹിക്കുന്നുണ്ടാവും.
ഓക്കെ, കമ്പനി തന്നെ സ്പോൺസർ ചെയ്യുന്നുണ്ടാവും. അവർക്ക് പിന്നീട് പുറത്തുപോയി ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ഇത് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇല്ലേ, കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ആണെങ്കിൽ മൾട്ടിനാഷണൽ പോലെയുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരികയാണെങ്കിൽ കമ്പനി വഹിച്ചോളും ആ ചെലവ്. കമ്പനിക്ക് അതിന് ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, അവിടുത്തെ ജീവനക്കാർക്ക് ഹോസ്പിറ്റൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന ജീവനക്കാർക്ക് പിന്നെ എന്ത് കിട്ടില്ല, ESI അവർക്ക് കിട്ടില്ല. ഓക്കെ, ESI കിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ESI അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് മാസ വരുമാനം 21,000 രൂപയുടെ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ESIയുടെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലായി? ESIയുടെ ബെനിഫിറ്റ് എങ്ങനെയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ, മാസ വരുമാനം 21,000 രൂപയുടെ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ESIയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. അതിന് മുകളിൽ സാലറി ഉള്ളവർക്കൊന്നും എന്ത് കിട്ടില്ല, ESI കിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ചില ജീവനക്കാർക്ക് അവരുടെ കമ്പനി തന്നെ മെഡിക്കൽ എക്സ്പെൻസുകൾ വഹിക്കാനുള്ള എക്സ്പെൻസുകൾ വഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടില്ല, ESI ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ഓക്കെ, ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിന്റ് എന്താണ്, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് കേട്ടോ. ESI ആക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് മെഡിക്കൽ പ്രൊഫഷണൽ, ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. കാര്യം എന്താ, നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് ഏറ്റവും നല്ല പരിചരണങ്ങൾ ആർക്ക് കൊടുക്കുന്നത്, പേഷ്യൻസിന് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയുള്ള ഒരു ആക്ട് ആണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ജീവനക്കാർക്ക് അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളും പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ സേഫ്റ്റിയെ കരുതിയിട്ട് അവർക്ക് വേണ്ട മെഡിക്കൽ ആനുകൂല്യങ്ങളും അതുപോലെ മറ്റുള്ള പണമായിട്ടുള്ള ആനുകൂല്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ESI ആക്ട്. അതുകൊണ്ടാണ് അതിന് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറഞ്ഞത്. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എത്രത്തോളം നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി പരിചരണങ്ങൾ നൽകുന്നു എന്നതുപോലെ തന്നെയാണ് ഈ ഒരു ആക്ടും. നമ്മുടെ എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പണമായിട്ടും അല്ലാതെയും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസിനായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇല്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അടുത്ത ആക്ട് പഠിക്കാമല്ലോ നമുക്ക്. നെക്സ്റ്റ് ആക്ടിലോട്ട് പോട്ടെ. അടുത്തതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കേട്ടോ. IMC എന്നൊക്കെ ചിലപ്പോ കാണാം കേട്ടോ. IMC ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ്. വർഷം 1933 കേട്ടോ. ഓക്കെ, നോക്കുക. lays down the code of ethics for medical practitioners and controls medical education. ഇതാണ് lays down the code of ethics for medical practitioners and controls medical education. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ടുള്ള എത്തിക്സുകൾ, കോഡ് ഓഫ് എത്തിക്സുകളൊക്കെ സ്ഥാപിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഓക്കെ, 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്താണ്, മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതിനും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നതിനും കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഓക്കെ, ഇനി ഈ ഒരു ആക്ട് പ്രകാരം സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദിസ് ആക്ട് ഹാവ് ദ സെയിം ഫംഗ്ഷൻ ഇൻ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് ഫോം ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ 28 സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുകൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ സ്ഥാപിതമാകാൻ കാരണമായിട്ടുള്ള ആക്ട് ഏതാണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 ആണ് കേട്ടോ. അപ്പൊ അത് പ്രകാരം എന്ത് ചെയ്യും, അതത് സ്റ്റേറ്റുകളിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുകയും അവിടുത്തെ മെഡിക്കൽ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുകയും ചെയ്യും. ഏത്, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ കേട്ടോ.
അപ്പൊ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമാവാൻ കാരണമായിട്ട് ആക്ട് ഏതാ? അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ്. ഓക്കെ, അടുത്തത് റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IFC. IFC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. അതായത് റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ, അത്തരം ഹോസ്പിറ്റലുകളുടെ അംഗീകാരം എന്ന് പറയുന്നത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് ഈ പറയുന്ന ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ അംഗീകാരം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓർത്ത് വയ്ക്കാം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നതിനും കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ്. ഈ ഒരു ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. അത് അതത് സംസ്ഥാനങ്ങളിലുള്ള എന്ത് ചെയ്യാണ്? ഈ പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നു, മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നു. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പ്രകാരമാണ് നമ്മുടെ ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ റെക്കഗ്നേഷൻസുകള്, അംഗീകാരങ്ങള് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് കേട്ടോ. എന്താണ് ആ പേര് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നഴ്സസുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ആണ് അല്ലെ. ഇറ്റ് ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. അതായത് ഈ നഴ്സസിന്റെ രജിസ്ട്രേഷൻസ്, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യകതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. നഴ്സുമാരുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ആവശ്യകതകളും രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് എന്ത്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് കേട്ടോ. ക്ലിയർ ആയോ? ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ആവശ്യകതകളും മാനദണ്ഡങ്ങളും അല്ലെ രൂപീകരിക്കപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ള ആക്ട്, ദാറ്റ് ഇസ് കോൾഡ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വരുന്നതാണ് ഫാർമസി ആക്ട് 1948 കേട്ടോ. 1948 ഫാർമസി ആക്ട്. അപ്പോ ഫാർമസി ആക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ. ഇറ്റ് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് ദ പ്രൊഫഷൻ ഓഫ് ഫാർമസിസ്റ്റ്. അതായത് ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനും പിന്നെ ഈ പറയുന്ന ഫാർമസികളും ഡ്രഗ് സ്റ്റോറുകളുടെ ഒക്കെ സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകൾ അത് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആക്ടാണ് ഫാർമസി ആക്ട് 1948. ക്ലിയർ? deals with the establishment of pharmacies and drug stores and the profession of pharmacists. അതായത് ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷൻസും അതുപോലെ ഫാർമസികളുടെ ഡ്രഗ് സ്റ്റോറുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു ആക്ടാണ് ഫാർമസി ആക്ട് 1948. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് if it sells the drugs across the counter. A hospital has to attain a drug license if it sells the drugs across the counter. അതായത് ആ ഒരു ഹോസ്പിറ്റലിന് ഈ പറയുന്ന ഡ്രഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡ്രഗ്സുകള് സെൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, എന്താണ്? ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ദ ഡ്രഗ്സ് അക്രോസ് ദ കൗണ്ടർ. ഒരു കൗണ്ടർ ഉടനീളം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അവർക്ക് ഡ്രഗ്സുകൾ സെല് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡ്രഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡ്രഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡ്രഗ്സ് സെൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് ഇതാണ്, ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഡ്രഗ്സ്. അതായത് വളരെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ ഡ്രഗ്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ കേട്ടോ. അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഡ്രഗ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത്രയും കാര്യങ്ങൾ ആ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ്
ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. നമുക്കറിയാലോ നമ്മുടെ നാട്ടില് ജനനം, മരണം, മാരേജ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ജനനവും മരണമൊക്കെ നടക്കുന്നത്, അധികവും ജനനം നടക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിന് ബാധകമായിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ, ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. നോക്കാം, ഇത് ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അതൊരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ജനനം, അതുപോലെ തന്നെ മരണം എന്നിവ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ആണ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഇതാണ് ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ഇൻഫോമിംഗ് ദ ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിലെ ജനനം, അതുപോലെ തന്നെ മരണങ്ങള് എന്നിവ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ആണ് എന്ത്, ബർത്ത് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. മാരേജ് അതിനകത്ത് വരുന്നില്ല, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ കേട്ടോ. മാരേജും രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. They should be notified immediately to the local municipal authority and registrar's office. അല്ലെ, അപ്പൊ ഇങ്ങനെയുള്ള ജനനം നടന്നാലും മരണം നടന്നാലും മാരേജ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് നോട്ടിഫൈഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി ആൻഡ് രജിസ്ട്രാർ ഓഫീസ്. രജിസ്ട്രാർ ഓഫീസില് നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റിക്ക് അത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അത് നോട്ടിഫൈ ചെയ്യേണ്ടതാണ്, അത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മള് ജനറൽ ആക്ടുകളാണ് പഠിച്ചത്. എത്ര എണ്ണം പഠിച്ചു? 10 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഈ 10 ആക്ടുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതിൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിനും കൂടെ ഹോസ്പിറ്റലിന് മാത്രം ഉദ്ദേശിച്ചല്ല, ഹോസ്പിറ്റലിനും കൂടെ ബാധകമായിട്ടുള്ള ആക്ടുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? 10 എണ്ണം ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓർക്കണം അല്ലെ, നമുക്കിത് ഓർത്തെടുക്കണം. കാര്യം എന്താണ്, ഇത് വർഷങ്ങളാണ് അല്ലെ, വർഷങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും അല്ലെ. അപ്പോ സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് പോയിന്റ്. ദേ ഷുഡ് ബി നോട്ടിഫൈഡ് ആണോ ഉദ്ദേശിച്ചത്? ദേ ഷുഡ് ബി നോട്ടിഫൈഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി ആൻഡ് രജിസ്ട്രാർസ് ഓഫീസർ. നമ്മളിപ്പോ ജനനം നടന്നാലും മരണം നടന്നാലും ഈവൻ വിവാഹമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാദേശിക മുനിസിപ്പൽ അതോറിറ്റിനെ അറിയിച്ചിരിക്കണം. രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണത്. ജനനം നടന്ന അത് പോയി രജിസ്റ്റർ ചെയ്യണം. ജനന സർട്ടിഫിക്കറ്റ് എടുക്കണില്ല, ജനനം രജിസ്റ്റർ ചെയ്യണം, മരണം രജിസ്റ്റർ ചെയ്യണം അല്ലെ. അതൊക്കെ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മുനിസിപ്പൽ അതോറിറ്റി അല്ലെ, രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം, നോട്ടിഫൈ ചെയ്തിരിക്കണം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷനും കാര്യങ്ങളും മരണനിരക്കും അല്ലെ, ജനനനിരക്കും ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇതിന്റെ ബേസിലാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ആരാണ് ചോദിച്ച? അജ്മല അല്ലെ. അജ്മലൊക്കെ ഓക്കെ ആണോ? അജ്മലെ ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ഓർക്കാണ് അല്ലെ. അപ്പൊ ഓർക്കാനായിട്ട് നമ്മൾ ഈ പഠിച്ച ഒരു 10 ആക്ടുകൾ ഉണ്ടല്ലോ. ഈ 10 ആക്ടുകളെ ഞാൻ ജസ്റ്റ് ഓർഡർ ആക്കിയിട്ട് പറയുകയാണ്, ഓർഡർ ആക്കിയിട്ട് പറയുകയാണ്. എന്താണ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് അതിൽ ഇയർ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ ഇയർ നിങ്ങളോട് ചോദിക്കില്ല, ടെക്സ്റ്റിനകത്ത് അതിന്റെ ഇയർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇയർ പഠിക്കണ്ട കേട്ടോ, ആ ഇയർ പഠിക്കണം. ഓക്കെ, ആ ഇയർ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളത് പഠിക്കണ്ട കേട്ടോ. അവിടെ തന്നിട്ടുള്ള മറ്റെണ്ണം ഉണ്ട്, 10 എണ്ണം നമുക്ക് ഓൾറെഡി ആക്ടുകളുണ്ട്, അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ പഠിച്ച 10 ആക്ടുകളെ ജസ്റ്റ് ഞാൻ അതിന്റെ ഏറ്റവും തുടക്കത്തെ വർഷം തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വർഷം വരെ ഉള്ള രീതിയിൽ ഞാൻ അതിൽ നിന്ന് ഓർഡറിൽ പറയുകയാണ് കേട്ടോ. അപ്പൊ ഓർഡറിൽ പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ 10 ആക്ടിനകത്ത് അതിന്റെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. നമ്മൾ ആദ്യം ഏറ്റവും ഇതിനകത്ത് പഠിച്ചതിന് തുടങ്ങുന്ന ഏറ്റവും ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ 1933. അപ്പൊ 1933 ഏത് ആക്ടാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചത് 1936 ഒരു ആക്ട് ഉണ്ട്. 33 കഴിഞ്ഞ് 36 ഒരു ആക്ട് പഠിച്ചു. ഏതാണിത്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അതുപോലെ 1947 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഒരേ വർഷം 2 ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് 1948 3 ആക്ടുകൾ പഠിച്ചിട്ടുണ്ട്. 1948 ഒന്ന് ഫാർമസി ആക്ട്, മറ്റൊന്ന് മിനിമം വേജസ് ആക്ട്,
ദെൻ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. അങ്ങനെ 3 ആക്ടുകളാണ് 1948 നമ്മൾ പഠിച്ചത്. പിന്നെ 1952 നമ്മൾ പഠിച്ചത് എംപ്ലോയീസ് PF ആക്ട്, 1965 പഠിച്ചത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ലാസ്റ്റ് ലേറ്റസ്റ്റ് പഠിച്ചത് 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇതാണ് അതിന്റെ ഓർഡർ. ഓക്കെ, ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കും. ഞാൻ ഒരു കഥ പോലെ ഞാൻ പറയുകയാണ്. ആ കഥ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയൊരു ബ്ലണ്ടർ ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ ബ്ലണ്ടർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ലീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാട്ടോ. ഞാൻ പറയുന്നത് ഒരു തമാശ പോലെ എടുത്താൽ മതി. പഠിക്കാനും കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. വെറുതെ ഒന്ന് ചിന്തിക്കാം. നമ്മൾ ആദ്യം പഠിച്ചു 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കുക. 1933. അപ്പൊ നമുക്ക് എന്താ പറയാ, സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് ഒത്തിരി വർഷം മുന്നാണല്ലോ. അപ്പൊ 1933 എന്ത് തുടങ്ങി, ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാം. മെഡിക്കൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെഡിക്കൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാം. ലെറ്റർ ആണ് പറയുന്നത്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1933 കേട്ടോ. ആ വർഷം നിങ്ങൾ പഠിക്കാം. 33 ഇവിടെ മെഡിക്കൽ പ്രൊഫഷൻ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെറുതെ ചിന്തിക്കാം. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകരിക്കുന്നത്. മെഡിക്കൽ കൗൺസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനാണല്ലോ. അപ്പൊ മെഡിക്കൽ പ്രൊഫഷൻ ഇവിടെ 1933 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് രൂപീകൃതമായിരുന്നത് നിങ്ങൾ ചിന്തിക്കാം. അപ്പോ നമ്മൾ അന്ന് മെഡിക്കൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കല്ല, ആരെങ്കിലും ആവട്ടെ, അവർക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മെഡിക്കൽ പ്രൊഫഷൻ. പക്ഷെ ചേരാനായിട്ട് എന്തുണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല, പേയ്മെന്റ് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ചേരാൻ പറ്റില്ല. പക്ഷെ 3 വർഷങ്ങൾക്ക് ഇപ്പുറം അവർക്ക് ചേരാൻ പറ്റി. 3 വർഷം കഴിഞ്ഞപ്പോ അതിനുള്ള പേയ്മെന്റ് സെറ്റ് ആയി കഴിഞ്ഞപ്പോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, മെഡിസിൻ ചേരാനുള്ള പേയ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റി. ആ പേയ്മെന്റ് കിട്ടാം. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കും. പേയ്മെന്റ് റെഡിയായി, മെഡിസിൻ ചേരാനുള്ള പേയ്മെന്റ് ഒക്കെ സെറ്റ് ആയി. എപ്പോ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 1936 കേട്ടോ. അപ്പൊ പേയ്മെന്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഓക്കെ, കിട്ടിയോ? 13 മെഡിക്കൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അത് കഴിഞ്ഞ് അന്ന് നമുക്ക് മെഡിസിൻ, നമുക്ക് നല്ല ആർക്കൊരാൾക്ക് മെഡിസിൻ ചേർന്ന ആഗ്രഹം ഉണ്ടായി പറ്റിയില്ല. അതിന് പേയ്മെന്റ് ഒന്നും കൊടുക്കാനുണ്ടായില്ല. പക്ഷെ 3 വർഷം കഴിഞ്ഞപ്പോ 1936 കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, പേയ്മെന്റ് കൊടുക്കാൻ കിട്ടി. പേയ്മെന്റ് സെറ്റ് ആയി. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. അങ്ങനെ ഒന്ന് ചിന്തിക്കാം, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ പോലെ ഓർക്കാനാണ്. അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്കറിയാം 1947 പ്രത്യേകത നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം എന്താ, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷമാണ് അല്ലെ. 1947 നമുക്ക് ഒരിക്കലും എന്തായാലും നമ്മൾ ആരും മറക്കാത്ത ഒരു വർഷമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആ വർഷത്തെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് കലുഷിതമായിരുന്നു. കാരണം സ്വാതന്ത്ര്യമൊക്കെ കിട്ടി എങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഘർഷബദ്ധമായ ഒരു അന്തരീക്ഷമായിരുന്നു 1947 നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വെറുതെ ചിന്തിക്കാം. എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു, എല്ലായിടത്തും സംഘർഷങ്ങളായിരുന്നു. ആ സംഘർഷങ്ങളുടെ ഇടയിൽ 1947 നഴ്സസിന്റെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായെന്ന് ഓർക്കാം. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കം അല്ലെങ്കിൽ സംഘർഷം എന്നാണ് അർത്ഥം. അപ്പൊ നഴ്സസിന്റെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് അന്ന് ഉണ്ടായി. അവരുടെ ഇടയിലും സംഘർഷങ്ങളുണ്ട്. ആ ഒരു സമയത്ത് നഴ്സസിന്റെ ഇടയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായെന്ന് വിചാരിക്കാം. നഴ്സുമാരുടെ ഇടയിലും ഡിസ്പ്യൂട്ട് ഉണ്ടായി. അപ്പൊ എന്ത് ഓർക്കാനാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. നഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. നഴ്സിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായില്ല. അപ്പൊ നഴ്സിന്റെ ഒരു ആക്ട് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. അതേ വർഷം ഡിസ്പ്യൂട്ട് ആണ് ഉണ്ടായത് അല്ലെ, അവരുടെ ഇടയിൽ തർക്കം ഉണ്ടായി. അപ്പൊ എന്താ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ 2 വർഷമുണ്ട് 1947. 2 കാര്യങ്ങൾ കേട്ടോ. ഡിസ്പ്യൂട്ട് ഉണ്ടായി, നഴ്സിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ചിന്തിക്കാം. നമ്മളൊരു സംഘർഷം നടക്കാം അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ തർക്കം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ. വിദ്യാർത്ഥിമാരുടെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നതിനും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? വെറുതെ നമ്മൾ സങ്കല്പിക്കുകയാണ്. ഒന്ന്, അവർക്ക് മിനിമം വേജസ് പോലും കൊടുത്തിരുന്നില്ല. മിനിമം വേതനം പോലും അവർക്ക് കൊടുത്തിരുന്നില്ല. അതിന്റെ പേരിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് എന്താണ്, മരുന്നുകൾ അവര് മരുന്നുകൾ കൊടുക്കുക. അവർക്ക് വേണ്ട, അവർക്ക് ഒരു അസുഖം വന്ന മരുന്നുകൾ കിട്ടാനുള്ള ഒരു എന്താ പറയാ, മരുന്നുകൾ കിട്ടാനുള്ള ഒരു വകുപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റുകളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല.
വെറുതെ ചിന്തിക്കുകയാണ്, വെറുതെ ചിന്തിക്കാൻ ബ്ലണ്ടറാണ് പറയുന്നത്, എങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നഴ്സുമാര് ഡിസ്പ്യൂട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, കാരണങ്ങളുണ്ടാവും. അവരുടെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർക്ക് മിനിമം വേജസ് ഒന്നും കിട്ടിയിരുന്നില്ല, അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് മരുന്നുകൾ കിട്ടില്ലായിരുന്നു, അതുപോലെ അവർക്ക് മറ്റുള്ളവരെ പോലെ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസുകളോ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇതെല്ലാം അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 47 ഡിസ്പ്യൂട്ട് നടത്തിയത്, തർക്കം നടത്തിയത്. അപ്പൊ അന്ന് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ പിറ്റത്തെ വർഷം ഇവരുടെ ഈ തർക്കത്തിന് ഈ പറയുന്ന വിഷയങ്ങൾക്ക് അവർക്ക് പരിഹാരം കിട്ടി. 1947 തർക്കം നടന്ന് അന്ന് പരിഹാരിച്ചില്ല. പിറ്റത്തെ വർഷം 1948 ഞാൻ കണക്ട് ചെയ്യാൻ പറയാണ്. 1948 അപ്പൊ 3 ആക്ടുകളാണ് വന്നത്. എന്താണ്? മിനിമം വേജസ് ആക്ട്, അല്ല അവർക്ക് മിനിമം വേതനം കൊടുക്കാം, മിനിമം വേജസ് ആക്ട് 1948. അതുപോലെ തന്നെ അവർക്ക് മരുന്നുകൾ കൊടുക്കാം, സൗജന്യമായിട്ട് മരുന്നുകൾ ലഭ്യത കണക്ട് ചെയ്യാൻ പറയുന്നതാണ്. മരുന്ന് എന്ന് പറയുമ്പോൾ ഫാർമസി കൊടുക്കാം കേട്ടോ. അപ്പൊ ഫാർമസി ആക്ട് 1948. പോരാതെ നിങ്ങൾക്ക് ഇൻഷുറൻസും തരാം. അപ്പൊ ഏതാണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഓക്കെ, അപ്പൊ 48 3 ആക്ടുകളാണ് കേട്ടോ. അതിലേക്ക് മിനിമം വേജസ് ആക്ട്, ഫാർമസി ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അവരുടെ തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആയല്ലോ പിറ്റത്തെ വർഷം. ഓക്കെ, ഇനി ബാക്കിയുള്ള 3 ലോകൾ നിങ്ങൾ ഓർക്കുക. 1952 PF ആക്ട്. നമുക്കറിയാലോ PF എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷാ ആനുകൂല്യ സേവിങ് സ്കീമാണെന്ന് നമുക്കറിയാം. സാധാരണ നമ്മളൊക്കെ വീട്ടിലൊക്കെ അച്ഛന്മാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോ മകളുടെ മകന്റെ കല്യാണമൊക്കെ വരുമ്പോ PF എന്നൊക്കെ പിൻവലിച്ച് പൈസ എടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാം. അപ്പൊ 52 വയസ്സിൽ അച്ഛൻ 52 വയസ്സായ സമയത്ത് മോളുടെ കല്യാണം റെഡി എന്ന് വിചാരിക്കാം. അപ്പോ കല്യാണം നടത്താൻ PF പൈസ എടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, അച്ഛന്റെ 52 വയസ്സിൽ 1952 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ഓരോരുത്തരും 65 ഒരു 65 വയസ്സായിട്ട് കുറച്ച് ബോണസ് കിട്ടിയെന്ന് വെറുതെ വിചാരിക്കാം. 1965 എന്താണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 72 എന്ന് പറയുമ്പോൾ ഏകദേശം സൂപ്പർ അന്വേഷണ ആയില്ലേ. അതായത് ജോലിയിൽ വിരമിക്കാൻ സമയമായി, ഈ ജോലിയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്ത് കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടും അല്ലെ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, ഞാനിത് പറഞ്ഞത് ഒരു തമാശയായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഥ വെറുതെ മനസ്സിലൊന്ന് ആലോചിക്കാം. 1933 എന്തായിരുന്നു? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അന്ന് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, നഴ്സിംഗ് ഇടയിൽ ഡിസ്പ്യൂട്ട് നടന്നു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് അന്ന് തർക്കിച്ചത്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ പിന്നത്തെ കിട്ടി. 1948 അവർക്ക് മരുന്നുകൾ കൊടുക്കാം, ഫാർമസി ആക്ട്. മരുന്ന് പറയുമ്പോൾ ഫാർമസി. പോരാതെ അവർക്ക് മിനിമം വേജസ് കൊടുക്കാം, മിനിമം വേജസ് ആക്ട്. പോരാതെ നിങ്ങൾക്ക് ഇൻഷുറൻസും തന്നേക്കാം എന്ന് പറയണം. അതെന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കേട്ടോ. 52 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. 65 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 72 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഓക്കെ, 10 ലോകള് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമോ? പറ്റുന്നവര് ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ട വിട്ടെടുത്തിട്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലോ ഓഫ് ടോർട്ട്. എന്തുവരും മണ്ഡലങ്ങളാണ് വെച്ച് ക്ലാസ്സിൽ വെച്ച് പറയുന്നത് അല്ലെ. അങ്ങനെ ചിന്തിക്കണം. നമുക്ക് എത്തിരി മണ്ഡലങ്ങളായാലും കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കണ്ടേ. നമുക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ എന്ത് മണ്ഡലമായാലും കുഴപ്പം, പഠിച്ചാൽ പോലെ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ലക്ഷ്യമാണ് അല്ല, എന്താണ് മാർഗം എന്ന് പറയാ. ലക്ഷ്യമാണ് പ്രധാനം, എന്തല്ല മാർഗമല്ല അല്ലെ. ഇത് രീതിയിൽ നമുക്കത് പഠിച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്തിയാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ നോക്കാം, ലോ ഓഫ് ടോർട്ട് കേട്ടോ. ടോർട്ട് നിയമത്തെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് പഠിക്കുന്നതിനേക്കാളും മുൻപായിട്ട് എന്താണ് ടോർട്ട് നിയമം എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പറഞ്ഞു തന്നിട്ട് നമുക്ക് വായിക്കാം കേട്ടോ. ടോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? അതായത് മറ്റൊരാൾക്കോ, ശ്രദ്ധിച്ചു കേൾക്കാട്ടോ, മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ അവകാശത്തിനോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന, ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത് ടോർട്ട് നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലോ ഓഫ് ടോർട്ട്. അത് മാത്രമല്ല, ഒരാളുടെ സ്വത്തിനാവാം, ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന
പ്രോബ്ലം അല്ലെ പ്രശ്നം. ഇപ്പൊ നമ്മൾ മൂലം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരികയാണ്. അപ്പൊ ഞാൻ മൂലം നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ അവകാശത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലോ എന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോർട്ട് നിയമപ്രകാരം എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ ഒഴിവാക്കലുകൾ, ഓക്കെ, അതൊന്ന് ഞാൻ പറയാം. മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും ഒഴിവാക്കൽ നിയമങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് നമ്മൾ ടോർട്ട് നിയമം എന്ന് പറയുന്നത്. ഒഴിവാക്കൽ എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മൾ മനഃപൂർവ്വം എന്താണ് ചെയ്യാതിരിക്കുക. ആ ചെയ്യാതിരിക്കുന്നത് മൂലം അവർക്ക് ബുദ്ധിമുട്ട് വരാം. ഇപ്പൊ നമ്മൾ മെഡിക്കലിന്റെ കാര്യം ചിന്തിക്കുക. അപ്പൊ ഒരാൾക്ക് ഒരു ഡോക്ടർ പരിശോധിച്ചപ്പോ അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ അത് മനഃപൂർവ്വം എന്താണ് ഒമിറ്റ് ചെയ്യണം, വേണ്ട സർജറി ഒഴിവാക്കുകയാണ് വേണ്ട. പക്ഷെ ആ സർജറി നടക്കാത്തത് മൂലം അയാൾക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥ അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം മനഃപൂർവ്വം ഒഴിവാക്കുക അല്ലെ. അത്തരം ഒഴിവാക്കൽ നിയമങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതാണ് ടോർട്ട് എന്നതിന്റെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്ന് വായിക്കാം. ദ വേർഡ് ടോർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോർട്ടസ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദ വേർഡ് ടോർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോർട്ടസ് വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂഡ് കേട്ടോ. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വക്രമായത്, വളച്ചൊടിച്ചത്. അതന്നെയാണ് ക്രൂഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ക്രൂഡായിട്ട്, ക്രൂഡ് മൈനർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് വെച്ചാൽ എന്താ, വളച്ചൊടിക്കുക അല്ലെ, വളച്ചൊടിച്ചത്, വക്രമായത്, നേരെയല്ലാത്തത് അല്ലെ, അങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടോർട്ടസ് എന്ന പദമാണ്, അതൊരു ലാറ്റിൻ പദമാണ്. അതിന്റെ മീനിങ് എന്താണ്, ട്വിസ്റ്റഡ് ഓർ ക്രൂഡ് എന്നാണ് കേട്ടോ. വളച്ചൊടിച്ചത്, വക്രമായത് എന്നതാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്താണ്, ഇറ്റ് ഡിഫൈൻഡ് ആസ് എനി റോങ്, ഇൻജറി ഓർ ഡാമേജ് ഈസ് ഡൺ ടു ദ പേഴ്സൺ ഫോർ വിച്ച് എ സിവിൽ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട്. അതായത് നമ്മൾ ഒരു വ്യക്തിയോട് ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതാണ്, മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെ, അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ശാഖ, ദാറ്റ് ഈസ് കോൾഡ് ടോർട്ട്, ലോ ഓഫ് ടോർട്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ടോർട്ട് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മളപ്പോ ഒരു 10 ആക്ടുകളും ടോർട്ട് നിയമമാണ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോർട്ട് നിയമത്തിന്റെ എക്സാമ്പിൾ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളൊക്കെ കേട്ടോ. അതിന്റെ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അല്ലാതെ തന്നെ പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അതുകൂടെ കഴിഞ്ഞ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, പിന്നെ നമുക്ക് പേഷ്യന്റിന്റെ റൈറ്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഒരു പേഷ്യന്റിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.